രാവിലെ തന്നെ ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് തുടങ്ങാന്ന് വെച്ച്. ഡയറ്റ് തുടങ്ങിയാലും ഇല്ലെങ്കിലും രാവിലെ ചപ്പാത്തി തന്നെയാണ്. കറിക്കാണെന്നുണ്ടെങ്കിൽ രാവിലെ നല്ല ചിക്കൻ കിട്ടിയിരുന്നു, അതും കറി വെച്ചു. ഒരുപാടില്ലെങ്കിലും പപ്പ രാവിലെ തന്നെ കുരുമുളക് പറിക്കുകയാണ്. ഒരു കൊറിയർ അയക്കാണ്ടായിരുന്നു, അത് അയച്ചിട്ട് വേണമെന്ന് ബാക്കി റൂട്ട് പോകാൻ. ഫ്രണ്ടിന്റെ ചേച്ചിന്റെ കല്യാണത്തിന് പോകാനുണ്ട്, അതുകൊണ്ട് ഇന്നത്തെ റൂട്ട് എത്രയും പെട്ടെന്ന് ഓടി തീർക്കണം. ഉച്ചയായപ്പോഴേക്ക് കറക്റ്റ് ഓടി കമ്മ്യൂണിറ്റി ഹാളിലെത്തി. ഇവിടെ വെച്ചാണെന്ന് റിസപ്ഷൻ നടക്കുന്നത് കേട്ടോ. വർക്ക് തീർന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ അവിടുന്ന് നേരെ പിന്നെ അടുത്ത ഓടി പുൽപ്പള്ളിയായിരുന്നു. പുൽപ്പള്ളി തീർത്ത് ഇനിയിപ്പോ ബത്തേരിക്ക് പോകണം. കാടൊക്കെ അത്യാവശ്യം ഉണങ്ങി കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വണ്ടികളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് യാത്ര ഭയങ്കര രസമായിരുന്നു. ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള കാട്ടിക്കൂടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര രസം തന്നെയാണ്. പുൽപ്പള്ളി ബത്തേരി റൂട്ടിലെ അടിപൊളി ഒരു ഫ്രഷ് ജ്യൂസ് കിട്ടുന്ന ഒരു കടയുണ്ട്. നേരെ കയറി ഒരു ഓറഞ്ച് ജ്യൂസിന് പറഞ്ഞു. വേറെ ഒന്നും മധുരവും കാര്യങ്ങളൊന്നും ചേർക്കാതെ ഫ്രഷ് ആയിട്ട് തന്നെ അവർ അടിച്ചു തരും. നല്ല ടേസ്റ്റ് ആയിരുന്നു. ജ്യൂസ് മാത്രമല്ല കേട്ടോ, നല്ല ഉപ്പിലിട്ടതും ഉണ്ട്. ഇന്ന് ബത്തേരി ചായവാലേന്റെ റീ ഓപ്പണിംഗ് ഡേ ആയിരുന്നു. സ്ഥിരം കയറുന്ന കടയായതുകൊണ്ട് അവിടെ നിന്ന് കയറി. പിന്നെ അവിടുത്തെ എന്റെ ഫേവറേറ്റ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ക്യാപിച്ചിനോ ആയിരുന്നു. കൂട്ടത്തിൽ നിന്ന് കഴിക്കാൻ ഒരു ബ്രെഡ് പോക്കറ്റും മേടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അത്യാവശ്യം ചിക്കൻ ഫില്ലിങ് കാര്യങ്ങളും ഉള്ളതുകൊണ്ട് മോശമായില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. റീ ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ ഫാമിലി കസ്റ്റമേഴ്സ് കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ച ആയാൽ പിന്നെ ബത്തേരി നോക്കണ്ട, നല്ല തിരക്കാണ്. പുറമേ നിന്നുള്ള ആൾക്കാർ ഒരുപാട് ടൂറിസ്റ്റുകളായിട്ട് വരുന്നതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും. ബത്തേരിക്കാരുടെ സ്വകാര്യ അഹങ്കാരമാണ് കേട്ടോ ഈ ചെടികളും പൂക്കളൊക്കെ. ഇന്ന് വർക്ക് വരാനാണെങ്കിൽ ഒരുപാട് ലേറ്റ് ആയി. എന്നാൽ പിന്നെ ഒരു കോഫി കുടിച്ചിട്ട് പോവാം, ഒരു ക്യാരറ്റ് കേക്കും. കഴിഞ്ഞ ദിവസം വാങ്ങിയ HDMI കേബിളും ആയിട്ടില്ല ഇന്നത്തെ രാത്രിക്കത്തെ പരിപാടി. ഇതെല്ലാം കഴിഞ്ഞു ഭക്ഷണം കഴിച്ചു നേരെ കിടന്നു. വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.